ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പി കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ബജി കഴിക്കാറില്ല, കാരണം അതിൽ ഒരുപാട് മാവങ്ങ് കോട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുപോലെ കടലമാവിൻ്റെ ഒരു കുത്തു കേട്ടോ, എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മുട്ട മാത്രമാണ് കഴിക്കാറ് കേട്ടോ, മാവ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കഴിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ട ബജി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ കഴിച്ച് തുടങ്ങിയ നിർത്തത്തില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി നമുക്ക് ഈ മാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ. പൊതുവേ എല്ലാവരും കടലമാവാണ് ബജിയിൽ കൂടുതലായിട്ടും ചേർക്കൽ കേട്ടോ. പക്ഷേ അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ മാവ് ഒരുപാട് അങ്ങ് കുത്തൽ വരുന്നത്. അതുകൊണ്ട് കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്താൽ മതിയിട്ട്. നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ്, ഇതുപോലെ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കളറും കിട്ടും, അതുപോലെ ചെറിയൊരു എരിവും കിട്ടും കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് മുറിഞ്ഞു പോവാതെ ഇതുപോലെ ഒഴുകി വരുന്ന രീതിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ബജിക്കായിട്ടൊരു 4 മുട്ടയും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 8 കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു മുട്ട വെച്ചിട്ട് 2 ബജി തയ്യാറാക്കാം, കട്ട് ചെയ്തിട്ട് 2 ബജി തയ്യാറാക്കാം. അങ്ങനെ 8 ബജിയും അതുപോലെ ഞാൻ കുറച്ച് കാടമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വലിയ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബജി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊന്ന് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മാവൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ മാവ് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ ഒരുപാട് വാലും ഷേപ്പില്ലായ്മയൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും ഇതുപോലെ ചെയ്തെടുത്താൽ കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഓയിലേക്ക് ഇട്ടാലും നമുക്ക് അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് ഒരുപാട് വാലും ഇതൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇട്ടാൽ നമുക്ക് കൈ വെച്ചിട്ടുമ്പോൾ ഇത്ര ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബജി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിക്കാതെ ഇതുപോലെ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കഴിച്ചു പോകുന്നൊരു ഐറ്റം കേട്ടോ. നമുക്ക് മറ്റേ മാവിൻ്റെ മാരല്ല, നമുക്കിത് എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ടൈപ്പ് മാവാണ് ഇതിൻ്റെ കോട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്.